ഇന്ന് കച്ചവടം എങ്ങനെയുണ്ട്? കാര്യം എന്താണെന്ന് ആദ്യം പറയും. അങ്ങനെയല്ല, നീ ഒരുപാട് കഷ്ടപ്പെടുകയല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്. എനിക്ക് അതൊക്കെ അറിയാം. കാര്യം എന്താണെന്ന് പറയേ. ശരി, നിന്റെ ചേച്ചി എവിടെയാ? എന്റെ പൊന്നു മോളെ, നീ പഠിച്ച് റാങ്ക് വാങ്ങിയാലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഈയിടെയായിട്ട് നിന്റെ സ്വഭാവം കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ. പോട്ടെ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്താ ചേച്ചിയും അനിയത്തിയും കൂടി ചേർന്ന് എന്റെ മുന്നിൽ ഒളിച്ചു കളിക്കാ? ചൊല്ല, നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് വാ. സ്മാർട്ടായി എന്നെ ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഒളിച്ചിരിക്കായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ല. നിന്റെ ചേച്ചി നിനക്ക് എത്രയാ കൈക്കൂലി തന്നത്? പറയേ, അതിലും കൂടുതൽ കൈക്കൂലി നിനക്ക് ഞാൻ തരാം. നിന്റെ ചേച്ചി എവിടെയാണെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? എന്തായാലും ഞാൻ ചോദിക്കാൻ വന്ന ആള് കൊള്ളാം. ഞാൻ പോയി പൂജാരിയോട് ചോദിച്ചോളാം. പൂജാരി, പൂജാരി. അപ്പൂപ്പൻ ഇവിടെ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പൂപ്പൻ ഇന്നലെ മരിച്ചുപോയി. ഞാനത് അറിഞ്ഞില്ലായിരുന്നു മല്ലി. ശരി, നിന്റെ ചേച്ചി എവിടെയാ? ചേച്ചിയെ ആരോ കൂട്ടിക്കൊണ്ടുപോയി. ആര് കൂട്ടിക്കൊണ്ടുപോയി? ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ? ചേച്ചിക്ക് ആരുമില്ലല്ലോ, ഒരു അനാഥയല്ലേ ചേച്ചി. അതുകൊണ്ട് ആരോ വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്താ, വേറെ ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയിന്നോ? അതെങ്ങനെ ആർക്കെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നേ? ചേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവര് ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാ. വളരെ നല്ല ആൾക്കാരാ. ചേച്ചിയെ വളരെ നന്നായിട്ട് നോക്കാന്ന് പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ടുപോയത്. ഇങ്ങനെ ആരുടെയെങ്കിലൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ മല്ലി? അപ്പൂപ്പന് അവരെ പരിചയമുള്ളതാ. അപ്പൂപ്പൻ സമ്മതിച്ചതിന് ശേഷമാ കൂട്ടിക്കൊണ്ടുപോയത്. അവരടുത്ത ഗ്രാമത്തിലുള്ളവരാ. നിനക്ക് ഏത് ഗ്രാമമാണെന്ന് അറിയോ? ഇല്ലല്ലോ, എനിക്കതറിയില്ല. ചേട്ടാ, ഒരുപാട് ഫീലാവാൻ നിക്കണ്ട. ചേച്ചിയെ ചേട്ടന് കിട്ടില്ല. ചിലപ്പോ കിട്ടൂന്നാ തോന്നുന്നേ. ഉറപ്പായിട്ടും ചേച്ചിയെ കിട്ടും. നിങ്ങളുടെ കല്യാണവും നടക്കും. ഗുഡ് ഗേൾ. ചേട്ടാ, ഒരു മിനിറ്റ് നിന്നേ.
ഹേമ, ഭാർഗവേട്ടനെ ഫോൺ ചെയ്തിരുന്നു. അർജുന്റെ ജാതകം കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ഏത് ഭാർഗവേട്ടൻ? വയസ്സായത് എനിക്കോ നിനക്കോ? ഓർമ്മയില്ലേ നിനക്ക്? നമ്മുടെ കരണിന് കല്യാണം ആലോചിച്ചില്ലേ ആ ഭാർഗവൻ ചേട്ടൻ. അർജുൻ ഒരു നല്ല കുട്ടിയെ കിട്ടിയാൽ എനിക്ക് സമാധാനമാവും. ഭാർഗവൻ കാണിക്കുന്ന പെണ്ണിനെ അർജുൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ. അപശകുനം പറയല്ലേ ചിത്ര. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? വന്ന് വന്ന് നിന്റെ സംസാരം കൂടുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മുത്തശ്ശി. ജോത്സ്യര് പറഞ്ഞിരുന്നതല്ലേ കല്യാണത്തിന് ഒരുപാട് തടസ്സങ്ങൾ വരുമെന്ന്. അതുപോലെ തടസ്സങ്ങൾ എന്തെങ്കിലും വരുമോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണത്തിന് തടസ്സം വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അത് പോട്ടെ അമ്മേ, ജോത്സ്യനോടൊരു വാക്ക് ചോദിച്ചാലോ? ജാതകം കൈമാറാൻ ഈ ആഴ്ച ഏതെങ്കിലും നല്ലൊരു ദിവസം ഉണ്ടോന്ന്? ശരി, ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. എത്രയും വേഗം കല്യാണം നടന്നാ നല്ലത്. എല്ലാവർക്കും സമാധാനമാവും. എല്ലാം നന്നായി നടക്കണം. വരുന്ന കുട്ടിയുടെ ഐശ്വര്യം കൊണ്ട് എല്ലാ ദോഷവും മാറിപ്പോകും. വിഷ്ണു, നീ പോയി ഭാർഗവേട്ടനെ ജാതകം ഏൽപ്പിക്ക്. കൂടാതെ കുറച്ച് പണവും കൊടുത്തേക്ക്. അദ്ദേഹം മനസ്സ് വെച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല ആലോചനകളുണ്ട്. വിഷ്ണു, വിഷ്ണു, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എന്താ വല്ലാതിരിക്കുന്നത്? കുറച്ചു നാളായി നീ വല്ലാതെയാ പെരുമാറുന്നത്. അർജുന്റെ കല്യാണത്തെക്കുറിച്ചാ ഞാൻ പറയുന്നത്. നിന്റെ മോനെ പറ്റി മനസ്സിലായോ? ഒന്നുമില്ലമ്മേ, എനിക്കെന്തു പറ്റാനാ? ഒരു കുഴപ്പമില്ല. ശരി ശരി, എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഒരു സംശയവും ചോദ്യവും വേണ്ട. കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആർക്കാ മുത്തശ്ശി കല്യാണം? നിനക്ക് തന്നെ അർജുൻ, അതാ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നേ. ഈ ആഴ്ചയിൽ നല്ലൊരു ദിവസം നോക്കി നമുക്ക് ജാതകം കൊടുക്കാം, അല്ലേ അമ്മേ? വെറുതെ എന്നെ കളിയാക്കല്ലേ ചെറിയമ്മേ. തമാശ പറഞ്ഞതല്ല മോനെ. എപ്പോ എന്താണോ നടക്കേണ്ടത് അത് നടന്നിരിക്കണം. നിനക്കിപ്പോ 23 വയസ്സായി. അമ്മേ, കല്യാണം മനസ്സിനാണ്, വയസ്സിനല്ല. 23 വയസ്സിലെ കല്യാണോ? ബോറിംഗ് എന്റെ അമ്മേ. ഒരു 25 ആവട്ടെ, നമുക്ക് അപ്പൊ നോക്കാം. പ്ലീസ് 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 പ്ലീസ്. ആ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മനസ്സിലുള്ളത് പറയാൻ വലിയ കഷ്ടമാ. ഇനി ചില കാര്യങ്ങള് അനുഭവിക്കാനും പാടാ. ചിലത് നമ്മൾ ആഗ്രഹിക്കും. ആഗ്രഹിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് സൂക്ഷിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. എന്നെ സംബന്ധിച്ച് സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞാ ജീവിച്ച് തീർക്കാന്ന അർത്ഥം. നീ പെട്ടെന്ന് എങ്ങോട്ടാ പോയത്? അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോവായിരുന്നു. നമ്മളിനി എന്ന് കാണുമെന്ന് ആർക്കറിയാം. വിട്ടേക്ക്. ചിന്തിക്കുമ്പോ തന്നെ വിഷമ. കല്യാണക്കാര്യം പറയാനാണെങ്കിൽ വേണ്ട മുത്തശ്ശി. എന്താ വേണ്ടാത്തെ? നോക്കുമോനെ,
നിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് നിന്റെ നല്ലതിനു വേണ്ടിയാ. എനിക്കും ആലോചിക്കാൻ കുറച്ച് സമയം വേണ്ട മുത്തശ്ശി. പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ നാളെ ഒന്നും അല്ല നിന്റെ കല്യാണം. ജാതകം ഒക്കണം, പെണ്ണ് കാണണം, ആ പെണ്ണിനെ നമുക്ക് ഇഷ്ടപ്പെടണം, പെണ്ണ് വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടപ്പെടണം. മണ്ട, നിന്റെ കയ്യും കാലും കെട്ടി എന്തായാലും കെട്ടിക്കില്ല, നീ പേടിക്കണ്ട. ഞാൻ വന്നത് നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനല്ല. എന്ത് കാരണം കൊണ്ടാ നീ കല്യാണം വേണ്ടാന്ന് പറയുന്നത് ഞാനൊന്ന് അറിഞ്ഞോട്ടെ. നോക്കുമോനെ, ഇപ്പൊ തന്നെ നിന്റെ പഠനമൊക്കെ കഴിഞ്ഞു. ജോലിക്ക് പോയി സമ്പാദിച്ച് ഒരു നല്ല നിലയിൽ എത്തിയിട്ട് നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് നോക്കുമോനെ, ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. നിന്റെ അച്ഛനും ചെറിയച്ഛനും നടത്തുന്ന ബിസിനസ് നീ നോക്കി നടത്തിയാൽ മാത്രം പോരെ? നമുക്ക് എന്ത് കുറവാടാ ഉള്ളത്, പറ. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. കുറച്ചു നാളോട് കഴിഞ്ഞിട്ട് മതി, അതാ ഉദ്ദേശിച്ചത്. എന്താ മുത്തശ്ശി ഇത്? നിങ്ങളെല്ലാരും കൂടെ എന്തിനാ ഇത്ര ധൃതിയിൽ എന്റെ കല്യാണം നടത്താൻ നിൽക്കുന്നേ? കടമകളില്ലേ മോനെ? എനിക്കും പ്രായമായി വരുന്നു. ഇതായിരുന്നു കാരണം അല്ലേ? എന്തു പറയണമെന്ന് എനിക്കറിയില്ല. കാരണം പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നീ വേണ്ടാന്ന് പറഞ്ഞാലും അർജുൻ, നിന്റെ നല്ലതിനും നിന്റെ ഭാവിക്കും നിന്റെ സമാധാനത്തിനും കല്യാണം നടന്നേ മതിയാകും. അത് നടക്കും. വീട്ടിലെ കല്യാണ ആലോചന നടന്നുകൊണ്ടിരിക്കുക. ഇതിനെപ്പറ്റി എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാ നീ ആണെങ്കിൽ ആ ക്ഷേത്രത്തിലുമില്ല, ഇവിടെ നിന്നറിയേയുമില്ല. ഇന്ന് ഒരു ദിവസം തന്നെ എനിക്ക് തന്നെ കാണാതിരുന്നപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ എങ്ങനെ കാണാതിരിക്കുന്നത്? ഞാൻ എന്ത് ലക്ഷ്യത്തോടെയാണോ വന്നത് അത് നല്ല രീതിയിൽ പൂർത്തിയാക്കി തരേണ്ട ഉത്തരവാദിത്വം അങ്ങയുടേതാണ്. മറ്റൊരു കാര്യത്തിന്മേലും എന്റെ മനസ്സ് അടിമപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്വവും അങ്ങയുടേതാണ്. ഈ മനുഷ്യരൂപം പൂണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നാത്ത രീതിയിലാക്കേണ്ടത് അങ്ങ് തന്നെയാണ്. എന്റെ എല്ലാ കടമകളും എപ്പോ അവസാനിക്കുമെന്ന് അറിയില്ല. എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ടു പോകുന്നതായിരിക്കും. അനന്യ, എന്ത്? നീ ഞങ്ങളെല്ലാം വിട്ടു പോവുന്നു? ഇവിടെ നിനക്ക് എന്ത് കുറവാ ഉള്ളത് അനന്യ? ഞങ്ങളെല്ലാവരും നിന്നെ നന്നായി സ്നേഹിക്കുന്നില്ലേ? നിന്നെ ഒരു അന്യായി കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ നിന്നെയും കണ്ടിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാവും. പിന്നെ നിനക്ക് എങ്ങനെ തോന്നി ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോണോന്ന്? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ ഇവിടെ നിൽക്കാൻ നിനക്ക് എന്താ മോളെ പ്രശ്നം? നിനക്ക് വേറെ ആരും ഇല്ലല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് നീയെന്ന് പൂജാരി പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഇവിടുന്ന് പിന്നെ നീ എങ്ങോട്ട് പോവാനാ? നിനക്ക് വേറെ ആരഭയം തരും മോളെ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ മോളെ, നീ പ്രായം തികഞ്ഞ പെണ്ണ. ഈ ലോകത്ത് ദുഷ്ടചിന്താഗതിക്കാരാ കൂടുതൽ. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിനക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും. ഒരുപക്ഷെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ? എനിക്കൊന്നും സംഭവിക്കില്ല, അമ്മ വിഷമിക്കാതെ. ഇതെന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ അനന്യ. പക്ഷെ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല.
എന്താന്നറിയില്ല, നിന്നെ കണ്ടതിന് ശേഷം നിനക്കിവിടെ അഭയം തരണം, നിന്നെ നന്നായിട്ട് നോക്കണോന്നൊക്കെ എനിക്ക് തോന്നി. അതാ ഒന്നും ആലോചിക്കാതെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ചിന്ത ആ ദൈവം തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാ ദൈവത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും. എന്റെ തീരുമാനം അല്ല അനന്യ. നീ ഈ വീട് വിട്ടു പോകാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ തീരുമാനം നീ ബഹുമാനിക്കുന്നില്ല എന്നാണ് അർത്ഥം. ആരോടൊപ്പം ഉണ്ടാകണമെന്നും ആരോടൊപ്പം ജീവിക്കണമെന്നും ആരെ സ്നേഹിക്കണമെന്നും ആരെയൊക്കെ വെറുക്കണമെന്നൊക്കെ ഈശ്വരൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നോ എന്റെ ആഗ്രഹം അനന്യ. ഇതൊരു സാധാരണ വീട് പോലെ സന്തോഷം നിറഞ്ഞ വീടല്ല. ഇവിടെ ഞാനും നീയും മുത്തശ്ശിയും അമ്മാവനും ചെറിയമ്മയും എല്ലാവരും ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ ഇതൊരു സന്തോഷം നിറഞ്ഞ വീടാകുള്ളൂ. നീ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാവണം, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതാണ് എന്റെ ആഗ്രഹം. ഇനിയും നിനക്ക് ഇവിടുന്ന് പോകണമെന്നുള്ള കാര്യം ഒരിക്കലും പറയരുത് അനന്യ. അത് എനിക്ക് സഹിക്കാനാവില്ല. നീ ഇവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിന് പിന്നിൽ എന്റെ സ്വാർത്ഥത കൂടിയുണ്ട് അനന്യ. ഈ പെൺകുട്ടി എവിടെന്നാ വന്നത്? സരോജത്തിന് ഇവളോട് ഒരുപാട് സ്നേഹമാണെന്ന് തോന്നുന്നു. ഇത് തടഞ്ഞേ മതിയാവൂ, ഇല്ലെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങൾ കാണേണ്ടി വരും. ഇതെന്റെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ മനസ്സിലായി. ഇത് ഞാൻ ചോദിക്കാതെ കിട്ടിയ വരവാ. ഇപ്പോ ഞാനിത് ഉപേക്ഷിച്ചാൽ എന്നെപ്പോലൊരു വിഡ്ഢി വേറെയില്ല. ഇതുകൊണ്ട് എനിക്ക് കോടിക്കണക്കിന് സമ്പാദിച്ചു കൂട്ടാം. എനിക്ക് വേണ്ടുന്നത് വാങ്ങും, എനിക്കിഷ്ടപ്പെട്ടത് നേടും. കൂടാതെ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഇതെന്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് തോൽവി എന്നത് ഉണ്ടാവില്ല. തോൽവി ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ആ നാഗരാജാവ് വീണ്ടും വീണ്ടും എന്നെ സ്വപ്നത്തിൽ വന്ന് ശല്യം ചെയ്യുക. അതിനൊരു തീരുമാനമാക്കണം. അതെ, നാഗരാജാവ് എന്നെ ശല്യം ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അന്ന് നാഗരാജാവ് പറഞ്ഞതുപോലെ ഞാൻ ശിവലിംഗത്തിനടുത്ത് വെച്ച അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോഴും അവിടെ ഉള്ളതുകൊണ്ടാ. ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നുവച്ചാൽ അതിനെ കത്തിച്ചു കളയണം. എന്നാലേ ആ നാഗരാജാവിന്റെ ശല്യത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനാകൂ. പിന്നെ ഈ നാഗമാണിക്യം പൂർണ്ണമായും എനിക്ക് സ്വന്തമാകും.
ഇതെന്റേതാ, ഇതെന്റേതാ. ഇതിന്റെ പൂർണ്ണ അധികാരവും എനിക്കുള്ളതാ. ഇത് എന്നിൽ നിന്നും എടുക്കാൻ ആർക്കുമാവില്ല. അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല. ഇത് നേടുന്നതിനു വേണ്ടി എത്രയോ പേര് ജീവൻ ത്യജിച്ചിരിക്കുന്നു. ജീവിതം നഷ്ടപ്പെട്ട് ഭ്രാന്തരായി പോയിട്ടുണ്ട്. ഇതൊരു തവണ കാണാൻ പോലും ആകാതെ ഒരുപാട് അലഞ്ഞവരുണ്ട്. ഇത്രയ്ക്ക് അത്ഭുതകരമായ രത്നം ഇപ്പൊ എന്റെ കയ്യിലാ. ഇത് വെറുമൊരു ഭയത്തിന്റെ പേരിൽ ആ നാഗരാജാവിനോടുള്ള ഭയത്താൽ ഉപേക്ഷിച്ചാൽ എന്നെപ്പോലൊരു വിഡ്ഢിയുണ്ടാവില്ല. എന്നെപ്പോലൊരു വിഡ്ഢിയേ ഉണ്ടാവില്ല. പാപികൾ നാഗമാണിക്യം കയ്യിൽ വച്ചിരിക്കുകയാണ്. ഈ ചെയ്ത പാപത്തിന് ദൈവം നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. ഈശ്വരൻ വെറുതെ വിട്ടാലും ഞാൻ നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. അനന്യ, എന്തിനാ ഇത്ര തിടുക്കം കൂട്ടുന്നേ? ഒന്ന് സമാധാനം ഇരിക്ക്. ചിറ്റമ്മേ, എങ്ങനെയാ സമാധാനപ്പെട്ടിരിക്കുക? പാപികൾ നാഗമാണിക്യം ഉപയോഗിക്കുകയാണ്. മനുഷ്യന്റെ അത്യാഗ്രഹം അവനെ പാതാളത്തിലേക്ക് എത്തിക്കും അനന്യ. പക്ഷെ ചിറ്റമ്മേ, അവരുടെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. അവർ ചെയ്ത പാപങ്ങൾക്കെല്ലാം ശിക്ഷ എന്റെ കൈകൊണ്ടായിരിക്കും. നടക്കും, അത് നടക്കും അനന്യ. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടായിരിക്കും. നമ്മുടെ ശത്രുക്കൾക്ക് കഷ്ടകാലം ആരംഭിക്കുകയാണ്. എന്നുവെച്ചാൽ നിന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നാഗമാണിക്യം എടുത്തുകൊണ്ടുപോയ ശത്രുക്കളിൽ ഒരാൾ ഇന്ന് തക്ഷക വനത്തിലേക്ക് വരുന്നുണ്ട്. ചിറ്റമ്മ എന്താ പറഞ്ഞത്? ശത്രു തക്ഷക വനത്തിലേക്ക് വരുന്നുണ്ടെന്നോ? അതെ. ആരത്? അവൻ ആരാണ്? എന്റെ ശക്തി ഉപയോഗിച്ച് അവൻ അവിടെ എത്തുമെന്നുള്ളത് മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാനായുള്ളൂ. നമ്മുടെ ശക്തി ഉപയോഗിച്ച് നാഗമാണിക്യം ആരോ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ മാത്രമേ കഴിയൂ അനന്യ. എന്നാൽ നാഗമാണിക്യം എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. ചിറ്റമ്മേ, ഞാനിപ്പോ എന്ത് ചെയ്യണം? എന്റെ രക്തം തിളക്കുകയാണ്. ഇനി അധികം വൈകില്ല. ശത്രു ഇന്ന് രാത്രിയാണ് അവിടെ എത്തുന്നത്. ശാപം കൊണ്ട് എന്റെ പകുതി ശരീരം ശിലയായി മാറിയില്ലായിരുന്നെങ്കിൽ ഞാനും നിന്നോടൊപ്പം നാഗമാണിക്യത്തിനു വേണ്ടി പോരാടിയേനെ. നിന്റെ ഈ പോരാട്ടത്തിൽ എനിക്കിവിടെ നിന്ന് നിർദ്ദേശങ്ങൾ തരാൻ മാത്രമേ പറ്റൂ. അത് മതിയാകും ചിറ്റമ്മേ. നമ്മുടെ എതിരാളികളിൽ ഒരാളെ ഞാൻ ഉറപ്പായും ഇന്ന് നരകത്തിലേക്ക് അയക്കും. നാഗവംശത്തിന്റെ പ്രതാപത്തെ ഇല്ലാതാക്കിയ ആ ദുഷ്ടന്മാരെ ഞാൻ ഇന്ന് ശരിയായ ഒരു പാഠം പഠിപ്പിക്കും. പറഞ്ഞു കൊടുത്തേ മതിയാകൂ അനന്യ. നാഗമാണിക്യം തൊട്ടതിനവർ പ്രായശ്ചിത്തം അനുഭവിച്ചേ തീരൂ. പ്രായശ്ചിത്തമല്ല ചിറ്റമ്മേ, അവരുടെ സർവനാശമായിരിക്കണം. ആരുടെ സർവനാശം അനന്യ?